എല്ലാവർക്കും ജeranaskitchenലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കറിവേപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം ഉണ്ടാവേണ്ട ഒരു ചെടിയാണ് കറിവേപ്പ്. നമുക്കെപ്പോഴും നല്ല ഇലകൾ ഉപയോഗിച്ച് ചെടിയിൽ കറിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്, നമുക്ക് ഫ്രഷ് ആയിട്ടൊരു ചെടി ഉണ്ടെങ്കിൽ. അപ്പം നമ്മളെപ്പോഴും ഇതിൻ്റെ മുകളിലത്തെ ബ്രാഞ്ചസൊക്കെ, അത് ശിഖരങ്ങളൊക്കെ ഒടിച്ചു കൊടുക്കുന്നതാണ്, പുതിയ ശിഖരങ്ങൾ വരാനായിട്ട് അനുവദിക്കും. അതുപോലെ നമ്മൾ വേസ്റ്റൊക്കെ കത്തിക്കുന്ന ചാരം ഉണ്ടല്ലോ, അത് കളയാതെ വെച്ചിരുന്നാൽ ഇതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാം. അതുപോലെ നല്ലൊരു വളമാണ് കഞ്ഞിവെള്ളം, അത് കളയാതെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ വേസ്റ്റും, അതായത് ചായപ്പൊടി, പിന്നെ ഉള്ളിയുടെ തോല്, അതുപോലെ പച്ചക്കറി എല്ലാം നമ്മൾ എന്തൊക്കെയാണോ കളയുന്ന പച്ചക്കറിയുടെ ഭാഗങ്ങൾ, അതെല്ലാം നല്ലൊരു ഫെർട്ടിലൈസറാണ് കറിവേപ്പിലയ്ക്ക് മാത്രമല്ല ബാക്കി എല്ലാ ചെടിയിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വളർന്നു വരും. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക. വെള്ളം കെട്ടിക്കിടന്നാൽ ഇതിൻ്റെ വേര് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയല്ല ഇത്, ഈർപ്പം അധികം ആവശ്യമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നമ്മളിപ്പം ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ഒലിച്ച് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തണുപ്പ് കാലത്തും അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വളം ഇട്ട് കൊടുക്കണം. കപ്പലണ്ടി പിണ്ണാക്കും പിന്നെ പച്ച ചാണകവും കലർത്തി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്, ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡും ഇട്ട് കൊടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ കടയിൽ ചെറിയ കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും, അതിട്ട് കൊടുത്താലും മതി. അതുപോലെ നമ്മൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെടി വളരുന്നതിനനുസരിച്ച് അതിൻ്റെ കണ്ടെയ്നറിൻ്റെ വലിപ്പവും കൂട്ടിക്കൊടുക്കുക, എന്നാലേ വേര് നന്നായിട്ട് ഇറങ്ങിയിട്ട് ചെടി നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഈച്ചയുടെ ശല്യം ഉണ്ടാവാറുണ്ട്, അതുപോലെ ചുണനുറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം നല്ലത് കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം ഇലയിലൊക്കെ തളിച്ചു കൊടുക്കുന്നത് തന്നെയാണ്. ഈച്ച ശല്യവും ചുണനുറുമ്പിൻ്റെ ശല്യവും എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്, അപ്പോൾ അതിങ്ങനെ ഒഴിവാക്കാം. അതുപോലെ തന്നെ ചാരം അതും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇതെല്ലാം മാറിക്കിട്ടും. അതുപോലെ നമ്മൾ പച്ചക്കറി കഴുകിയ വെള്ളം, മോരിൻ്റെ പാത്രം കഴുകിയ വെള്ളം, പിന്നെ അരി കഴുകിയ വെള്ളം, ഇതൊന്നും വേസ്റ്റാക്കാതെ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അത് നല്ലൊരു വളമാണ്, അതൊന്നും വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ഇതിൽ നിന്ന് ഇല പിച്ചെടുക്കുമ്പോൾ നമ്മൾ തണ്ടോടുകൂടി തന്നെ ഒടിച്ചെടുക്കാൻ ശ്രമിക്കുക. മരത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ, ചെറിയ മരത്തിൽ നിന്നാണ് എടുക്കുന്നത്, തണ്ടോടുകൂടി തന്നെ ഒടിച്ചെടുക്കുക, എന്നാലേ പുതിയ ശിഖരങ്ങൾ ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ വലിയൊരു അത്യാവശ്യം സൈസുള്ളൊരു മരമുണ്ട്, 3-4 വർഷം പഴക്കമുള്ളൊരു പ്രായമുള്ളൊരു മരമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ തണ്ട് ഓടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മരം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമ്മളെ കറിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഫ്രഷ് ആയിട്ട് ഇടുന്നതിൻ്റെ ഒരു സ്വാദ് നമ്മൾ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ഇലയ്ക്ക് കിട്ടാറില്ല പലപ്പോഴും. അതെപ്പോഴും നല്ല മണമാണ്. നമ്മൾ ഫ്രഷ് കറിവേപ്പില കൊണ്ടുവന്ന് കറിയിലൊക്കെ ഇട്ട് കൊടുക്കും. സാമ്പാറും അവിയലും ഒക്കെ വെക്കുമ്പോൾ അല്ല ഫ്രഷ് ലീഫ് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ അതിന് പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ എല്ലാവരും ഒരു തൈ വാങ്ങിച്ച് ഇതുപോലെ നല്ല പരിപാലനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവർ റിച്ച് ആയിട്ടുള്ള ഒരു കറിവേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ ഉള്ള ഒരു ഇലയാണ് കറിവേപ്പ്. നമുക്ക് ഇന്ത്യൻ കറികളിലൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇല കൂടിയാണ് കറിവേപ്പ്. നമ്മൾ എന്തുണ്ടാക്കിയാലും കറിവേപ്പില, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ കറികളിലും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് മെഡിസിനൽ വാല്യൂസും ഉള്ളതാണല്ലോ ഈ കറിവേപ്പില. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചോട്ടിൽ എപ്പോഴും ഒരു പുത ഇടാനായിട്ട് ശ്രമിക്കുക. കാരണം ചൂടുകാലത്ത് നമ്മൾ ഈ കമ്പും ഉണങ്ങിയ ഇലയും ഒക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഇത് ഒരു തണുപ്പ് ഈർപ്പം നിൽക്കാൻ വേണ്ടി അത് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അല്പം നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓവറായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം ആവശ്യമില്ല, എന്നാലും ഉണക്ക് കാലത്ത് അത്യാവശ്യം ഇതൊക്കെ ചെയ്ത് കൊടുക്കുക, എന്നാലേ നമുക്ക് ഫ്രഷായിട്ട് ഈ ചെടി നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ.
അതുപോലെ നമ്മൾ തൈയാണ് നടുന്നതെങ്കിൽ പുതിയ വിത്ത് എന്നുള്ള തൈ ഉണ്ടാക്കിയെടുത്ത് നടാനായിട്ട് ശ്രമിക്കുക. പഴയ വിത്ത് എടുക്കരുത്. അപ്പോൾ നമ്മൾ നഴ്സറി പോയാൽ നല്ല ഫ്രഷായിട്ടുള്ള പുതിയ ചെടി വാങ്ങിച്ചുകൊണ്ട് വരിക. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ഐക്കണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.